നമസ്കാരം. കുറച്ച് നാൾ മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ ഞാൻ കണ്ട സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പെന്തക്കോസ്റ്റൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ ശവശരീരം ഒരു കട്ടിലിൽ കിടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അയാളുടെ ഭാര്യ ഒരു പ്രസംഗം നടത്തുകയാണ്, ഒരു ഫ്യൂണറൽ സ്പീച്ച് എന്ന് പറയും. അപ്പോൾ അതിൽ അവർ വളരെ ഇതായിട്ട് വികാരപൂർവ്വം പറയുകയാണ്, മരിച്ചവരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് ഈ നമ്മളെല്ലാവരും ചേർന്ന് വളരെ ശക്തമായി പ്രാർത്ഥിച്ചാൽ ഈ മനുഷ്യരെ ജീവൻ തിരിച്ചു കിട്ടും, നമുക്ക് എന്തുകൊണ്ട് അതിനെ ശ്രമിച്ചുകൂടാ എന്ന് വളരെ വികാരപരമായിട്ട് അവർ സംസാരിക്കുകയും ആൾക്കാരെല്ലാം വളരെ അത്ഭുതത്തോടെ ആ സ്ത്രീയെ നോക്കുന്നത്. അപ്പം ഭക്തിയുടെ ഒരു മൂർധന്യാവസ്ഥയാണ് അവർ. മരിച്ച ആൾ ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് നമുക്കറിയാം, പക്ഷെ അവർ അന്ധമായി വിശ്വസിക്കുകയാണ് അവരുടെ ഭർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്ന്. ആ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു പ്രാർത്ഥന, ഒരു സ്പീച്ച് രീതിയിൽ നടത്തുന്നതാണ് ഞാൻ അവിടെ കണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭക്തിയുടെ മാരകമായ ഒരു വേർഷൻ എന്നൊക്കെ പറയാം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കേരളത്തിൽ തന്നെ മറ്റൊരു തൊഴിലാളി മരിച്ചു പോയപ്പോൾ അദ്ദേഹം സമാധിയായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടടക്കുകയും വിവാദങ്ങളുണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിലെ അദ്ദേഹത്തിൻ്റെ പയ്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അച്ഛൻ മരിച്ചിട്ടില്ല, അച്ഛൻ സമാധിയാണ്, മരിച്ചാൽ മാത്രമേ മരണം അടയാളപ്പെടുത്താൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ചില ഭാഗങ്ങളാണ്. ശരിക്കും എന്താണ് അന്ധവിശ്വാസം, എന്താണ് വിശ്വാസം എന്ന് വേർതിരിച്ചെടുക്കുക വളരെ പ്രയാസമാണ്. എന്നോട് ചോദിച്ചാൽ അന്ധവിശ്വാസം എന്നൊരു വിശ്വാസം ഇല്ല. ഉള്ളത് വിശ്വാസികളും അല്പവിശ്വാസികളും യുക്തിവാദികളും മാത്രമാണ്. ഒരു യുക്തിവാദിയോട് ചോദിച്ചാൽ ദൈവവിശ്വാസം തന്നെ അന്ധവിശ്വാസമാണെന്ന് അയാൾ പറയുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിൽ വേർതിരിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കും അനുഭവപ്പെടുന്നത്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞാൽ, എവിടെയാണ് അന്ധവിശ്വാസം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളുടെ മുറിക്കുള്ളിൽ, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ മുറിക്കുള്ളിൽ ഇരുന്ന് കതവടച്ചിരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു വിശ്വാസിയും അതിന് പുറത്തു വന്ന് നിങ്ങൾ പ്രകടനപരമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസമാണെന്ന് പറയുന്നതാവും കുറച്ചും കൂടി ശരി. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിലാണെങ്കിലും അന്ധവിശ്വാസത്തിലും വളരെ മുന്നിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൽ എവിടെ നോക്കിയാലും ചാത്തൻ സേവാ മഠങ്ങളെ, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് സുഖമാക്കുന്ന ക്രിസ്തീയ ധ്യാന കേന്ദ്രങ്ങൾ, പിന്നെ ഉസ്താദുമാർ, അസുഖങ്ങൾ ഭേദമാക്കുന്ന ഉസ്താദുമാർ, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ഇവിടെയെല്ലാം നല്ല ആൾക്കൂട്ടങ്ങളുണ്ട്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് മലയാളി നല്ല ഒരു അന്ധവിശ്വാസിയാണെന്ന് തന്നെയാണ്. അന്ധവിശ്വാസത്തിന് ഒട്ടും കുറവില്ലാത്ത, ഈ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്തിനോട് അയാളുടെ മതത്തിലെ ഒരു അന്ധവിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് തർക്കിച്ച് നോക്കൂ, ഇല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കുക. അയാൾ ആദ്യമൊക്കെ അതിനെ വേണ്ടി വാദിക്കും. നിങ്ങൾ അന്ധവിശ്വാസി തന്നെയാണെന്ന് പറഞ്ഞാൽ അയാളുടെ നാഗവല്ലി പതുക്കെ ഉണരുന്നത് കാണാം. ഓരോ വിശ്വാസിയും അന്ധവിശ്വാസിയാണ്. വിശ്വാസം എന്ന് ഇവർ പറഞ്ഞ് കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മളുടെ കേന്ദ്രഭരണം പുതിയതായി വന്നതിന് ശേഷം ഇന്ത്യയിലുടനീളം പല കാര്യങ്ങളിലും അന്ധവിശ്വാസത്തെ മാറ്റാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്നത് മദ്യം പോലെയാണ്. അതായത് ഒരു അല്പവിശ്വാസി ആയിരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. വിശ്വാസം കൂടുന്തോറും അത് അവരെ ഒരു മനോവിഭ്രാന്തിയിലേക്ക് എത്തിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് മതവിശ്വാസം കൂടുമ്പോഴാണ് അത് അന്ധവിശ്വാസത്തിലേക്കും തീവ്രവാദത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഇതൊരു മയക്കുമരുന്ന് പോലുള്ള ഒരു സംഭവമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതിൽ നിന്ന് എത്രയും മാറി നിൽക്കുന്ന യുക്തിപൂർവ്വം യുക്തിചിന്തകളിലേക്ക് കടന്നുകൊണ്ട് നിങ്ങൾ ഈ മതത്തെ എത്രത്തോളം ഒഴിവാക്കുന്ന അത്രത്തോളം പീസ്ഫുൾ ആയിരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. എല്ലാ മതങ്ങളും പറയും ഞങ്ങൾ അന്ധവിശ്വാസത്തിനെതിരാണെന്ന്. പക്ഷേ അവർ
മനഃപൂർവ്വം അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യും. അത് വളരെ തന്ത്രപരമായിട്ടാണ് അവരത് ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ മതങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അതിനൊരു നല്ല ഉദാഹരണം ഞാൻ പറയാം. ക്രിസ്തീയ സമൂഹത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത് പാടില്ല എന്ന് ക്രൈസ്റ്റ് തന്നെ വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ പള്ളികളിലും ദേവാലയങ്ങളിലും നടക്കുന്നത് വിഗ്രഹാരാധനയാണ്. അവരോട് ചോദിച്ചാൽ അതിന് പല വ്യാഖ്യാനങ്ങൾ അവർ നൽകുമെങ്കിലും ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് പ്രാചീനമായിട്ടേ മനുഷ്യൻ താല്പര്യമുള്ളൊരു കാര്യമാണ്. ആ താല്പര്യം ഉണ്ടെങ്കിലേ മതത്തോട് അടുത്ത് നിൽക്കുകയുള്ളൂ എന്നറിയാവുന്നത് കൊണ്ടാണ് ക്രിസ്തീയ സഭ, സ്ഥാപനവൽക്കരിക്കപ്പെട്ട സഭ ആ ഒരു വിഗ്രഹാരാധന ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. അവരോട് ഇപ്പോഴും ചോദിച്ചാൽ പറയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ അവരെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ടെന്നുള്ളത് നഗ്നമായ സത്യമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരുകൾ മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ കഴിയൂ. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നമ്പർ 1 എന്നൊക്കെ നമ്മൾ സ്വയം പറയുന്ന കേരളത്തിലെ ഒരു സർക്കാരുകൾക്കും, ഇത് ഇടതുപക്ഷ സർക്കാരിന് പോലും ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ കൊണ്ടുവരാൻ പേടിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ മതങ്ങളുടെ വോട്ടിനെ ആശ്രയിച്ചാണ് സർക്കാരുകളുടെ നിലനിൽപ്പ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസത്തെ തൊട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇടതുപക്ഷ സർക്കാരിന് പോലും ഭയമാണ്. അവർക്ക് വോട്ടാണ് വേണ്ടത്. അവർ ജനങ്ങൾ അന്ധവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവരുടെ പ്രശ്നങ്ങളല്ല. പക്ഷെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരുകൾക്ക് കഴിയും. അത് ചെറിയ നടപടികളിലൂടെ അവർക്ക് കഴിയും. അതിന് പോലും അവർ മുന്നോട്ട് വരാത്തത് ജനങ്ങളുടെ വോട്ട് ബാങ്കിൽ കണ്ണുവെക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിലുള്ള പോലെ ധ്യാന കേന്ദ്രങ്ങളും രോഗശാന്തി ശുശ്രൂഷ കേന്ദ്രങ്ങളും ചാത്തൻ സേവാ മഠങ്ങളും ഇതുപോലെ രോഗശാന്തി, കൂടോത്രം, ക്ഷുദ്രം, ജ്യോത്സ്യം ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന വളരെയേറെ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ള പോലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ സ്വയം പറയും നമ്മൾക്ക് അന്ധവിശ്വാസികളല്ലാതെ. പക്ഷേ നമ്മൾ അന്ധവിശ്വാസികളാണ് എന്നുള്ളത് സമീപകാലത്തെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അതിനെതിരെ സർക്കാർ എന്തെങ്കിലും മുൻകൈ എടുത്ത് ചെയ്തില്ലെങ്കിൽ ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോവുകയും ഒരു ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തെ അത് വരും ഭാവിയിൽ നമുക്ക് ബാധിക്കുകയും ചെയ്യും. ആകെ ഒരാശ്വാസമുള്ളത് ദൈവം എന്ന് പറഞ്ഞാൽ കോമഡിയല്ലേ എന്ന് പറയുന്ന പുത്തൻ തലമുറ മാത്രമാണ്. ഒരുപക്ഷെ അവർ വളർന്നു വരുമ്പോഴെങ്കിലും അതിനൊരു നിയന്ത്രണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സർക്കാരുകൾക്ക് ഇതിൽ ചെയ്യാവുന്ന വളരെയേറെ കാര്യങ്ങളുണ്ട്. അവർക്ക് രോഗശാന്തി ശുശ്രൂഷ, ഇല്ലെങ്കിൽ വിശുദ്ധ തൈലങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെ വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളിലോ ഫ്ലെക്സുകൾ ഒട്ടിച്ചോ ഒക്കെ പ്രചരിപ്പിക്കുന്നതിനെ അവർക്ക് തടയാനോ നിയന്ത്രിക്കാനോ പറ്റും. അതൊരു നല്ല ഉപാധിയാണ്. പത്രങ്ങളിൽ ഇന്ന പൂജ നടത്തിയാൽ, അല്ലെങ്കിൽ ഇന്ന യന്ത്രം ധരിച്ചാൽ രോഗശാന്തി ഉണ്ടാകും, ഇല്ല ഉദ്ദിഷ്ടകാര്യം സാധിക്കുക എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ വരുന്നതിനെ അവർക്ക് തടയാൻ കഴിയും. പിന്നെ ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആരാധനകൾ അല്ലെങ്കിൽ അവരുടെ പൂജകൾ അതിനെല്ലാം കോളാമ്പി വെച്ച് നാട് മുഴുവൻ പ്രചരിക്കാൻ പാടില്ല. നിങ്ങളുടെ ആരാധനയുടെ ശബ്ദങ്ങൾ നിങ്ങളുടെ ദേവാലയത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കണം എന്ന് നിർബന്ധമായും ഒരു നിയമം കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കും. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് സർക്കാരിൻ്റെ ആണെങ്കിലും സ്വകാര്യ സ്ഥാപനമാണെങ്കിലും അതിനുള്ളിൽ മതചിഹ്നങ്ങളോ മതപരമായ വസ്ത്രമോ ധരിക്കാൻ പാടില്ല, മതപരമായ പ്രാർത്ഥനകൾ പാടില്ല, മതപരമായ ഉത്സവങ്ങൾ ആരോധിക്കാൻ പാടില്ല എന്ന കർശനമായ നിയന്ത്രണം കൊണ്ടുവരണം, നിയമം കൊണ്ടുവരണം, നിയന്ത്രിക്കണം. 18 വയസ്സിന് മുമ്പ് മതം പഠിപ്പിക്കാൻ പാടില്ല, ആരാധനകളിൽ പോലും ആരാധന നടത്താം, പക്ഷേ മതം പഠിപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരണം. ആരാധനകളിൽ അവർ പൊയ്ക്കൊള്ളേ. ഇവിടെ ആരാധനാലയങ്ങൾക്കുള്ളിൽ ആയുധ പരിശീലനം വരെ നൽകുന്നത് കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കുന്ന സർക്കാരുകളാണുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സർക്കാർ നിയന്ത്രിച്ചാൽ തന്നെ ജനങ്ങൾ അന്ധവിശ്വാസത്തിൽ നിന്ന് ഒരു പരിധിവരെ വിമുക്തരാകും. മതം എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്.
ആ മതത്തെ ഉപയോഗിച്ചാണ് ഇവിടെ അധികാരങ്ങൾ ഏറ്റെടുക്കുന്നതും അധികാര കസേരകളെ തെറിപ്പിക്കുന്നതും എല്ലാം എന്ന സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഒരു രാജ്യത്തിൻ്റെ മോശമായ ഒരവസ്ഥയാണ് ഇല്ലേ. ഒരു സ്റ്റേറ്റിൻ്റെ ആണെങ്കിലും അത് പിന്നെ സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും മതം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നു, മതം ഉപയോഗിച്ചുകൊണ്ട് അധികാരം നിലനിർത്തുന്നു എന്നുള്ളത് അല്ലേ, മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കാരിനെ താഴെ ഇറക്കുന്നു എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ അപകടകരമായ അവസ്ഥയാണ്. നമുക്കറിയാം, ലോകം മുഴുവനുള്ള രാഷ്ട്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മതരാഷ്ട്രങ്ങൾ എപ്പോഴും വളരെയേറെ കാര്യങ്ങളിൽ പിന്നിൽ നിൽക്കുന്നത് കാണാം. എന്താണെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് എല്ലാ മതങ്ങളും, ലോകത്തുള്ള ഒരു മതങ്ങളും ശാസ്ത്ര വളർച്ചയ്ക്ക് കൂട്ടുനിന്നിട്ടില്ല. അവരതിനെ എതിർക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇന്നും നമ്മളത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്നും മറ്റും പല ഭാഗങ്ങൾ നീക്കുകയും ചരിത്രത്തെ തന്നെ വളച്ചൊടിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഇവല്യൂഷനെ കുറിച്ചാണ്. ഇവല്യൂഷൻ എന്ന പാഠഭാഗം ഇന്ത്യയിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും പാഠപുസ്തകങ്ങളിൽ നീക്കപ്പെട്ടതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പാഠപുസ്തകങ്ങളിൽ നീക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്തരം ഇത് ജനതയെ കൂടുതൽ പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ എന്നുള്ളത് ഇന്നത്തെ കേരളത്തിന് അത്യാവശ്യമാണ്. അത് കൊണ്ടുവരാൻ ഈ ഇടതുപക്ഷ സർക്കാരെങ്കിലും മുന്നോട്ട് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് സമാധികളും കപ്പേളകളും മദ്രസകളും അല്ല വേണ്ടത്, നമുക്ക് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും തൊഴിലിടങ്ങളും ഒക്കെയാണ് വേണ്ടത്. മതസൗഹാർദ്ദമല്ല, ജനസൗഹാർദ്ദമാണ് വേണ്ടത്. നമുക്ക് ഒരു വളരെ സമാധാനപരമായ ഒരു സമൂഹമാണ് വേണ്ടത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഈ മതങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ ഇവിടെ കൊണ്ടുവരണം എന്ന് നമുക്ക് ഈ ഇടതുപക്ഷ സർക്കാരിനോട് ശുഭപ്രതീക്ഷയോടെ ആവശ്യപ്പെടാം. അവർ കണ്ണു തുറക്കും എന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.